ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സച്ചി വെല്ലുവിളിച്ചു നൽകിയ ആ നാരങ്ങ സുധീയുടെ മനസ്സിന്റെ സമനില തെറ്റിച്ചിരുന്നു എന്ന് തന്നെ പറയാം. അന്ന് രാത്രി സുധിക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. തൻ്റെ ശരീരത്ത് ആരോ ആ നാരങ്ങ എറിയുന്നതായിട്ടും അത് ഉരുണ്ടുരുണ്ടിങ്ങനെ നടക്കുന്നതായിട്ടും സുധിക്ക് തോന്നി തുടങ്ങി. സച്ചി തന്നെയാണോ ഇത് ചെയ്യുന്നത്, അതോ ഇനി നാരങ്ങക്കെങ്ങാനും ജീവൻ വെച്ചതാണോ എന്ന ചിന്ത അവനെ വല്ലാതെ ഉലച്ചു. കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് നോക്കുമ്പോൾ വാതിലിൻ്റെ വിടവിലൂടെ മറ്റൊരു നാരങ്ങ ഉരുണ്ടുവരുന്നത് പോലെ അവന് തോന്നി. വാസ്തവത്തിൽ അവിടെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സുധിയുടെ മനസ്സ് നിറയെ നാരങ്ങയുടെ മഞ്ഞ നിറവും അത് വരുത്തിയാലുണ്ടാവുന്ന വിനകളും മാത്രമായിരുന്നു. ഓരോ നിഴലിലും അവൻ നാരങ്ങയെ കണ്ടു. പേടിച്ചുകൊണ്ട് തന്നെ ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇനി തനിച്ച് മുറിയിൽ കിടക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അവന് തോന്നി. ഭയത്താൽ വിറച്ച് സുധി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചന്ദ്രമതി ഈ സമയത്തിന് നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് കരുതിയാണ് അവൻ ചെന്നതെങ്കിലും ചന്ദ്രമതിയും ഇതുപോലെ തന്നെ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. അമ്മേ, അമ്മ ഉറങ്ങിയോ? സുധിയുടെ വിറക്കുന്ന ശബ്ദം കേട്ട് ചന്ദ്രമതി ഞെട്ടിത്തെറിച്ചു. എങ്ങനെ ഉറങ്ങാനാടാ? എനിക്ക് കണ്ണടച്ച ആ നാരങ്ങയുടെ രൂപം മാത്രമേ എൻ്റെ കൺമുന്നിൽ വരുന്നുള്ളൂ. ചന്ദ്രമതി നിസ്സഹായതയോടെ പറഞ്ഞു. ഇത് കേട്ട സുധി തൻ്റെ അവസ്ഥയും വിവരിച്ചു. അമ്മേ, ഇവിടെ ശ്രുതി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. കണ്ണ് തുറന്നാലും അടച്ചാലും ആ നാരങ്ങ പിറന്നു പോകുന്നത് പോലെ നടന്നു പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഇത് കേട്ട് ചന്ദ്രമതി അവനെ ശാസിച്ചു. നീ എന്തിനാണ് ആ ശബ്ദമുണ്ടാക്കുന്നത്? രവിയേട്ടൻ എങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആകെ കുളമാവും. ഒടുവിൽ ചന്ദ്രമതിയും സുധിയും കൂടി രഹസ്യമായി സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അവർ മുറിക്ക് പുറത്തിറങ്ങി. ആരും കേൾക്കാതെ പൂജാമുറിയുടെ പരിസരത്തേക്ക് മാറി നിന്നു. സുധി തൻ്റെ ആദ്യം മുഴുവൻ അമ്മയുടെ മുന്നിൽ ഇറക്കി വെച്ചു. അമ്മേ, എനിക്ക് തോന്നുന്നത് ആ നാരങ്ങയ്ക്കെന്തോ ശക്തിയുണ്ടെന്നാണ്. ഇടയ്ക്കിടെ എൻ്റെ മുഖം കോടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. അമ്മക്കറിയാലോ, എൻ്റെ സംസാരവും എൻ്റെ വായുമാണ് എൻ്റെ ജോലിയിൽ പ്രധാനം. എൻ്റെ വായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മൾട്ടി മില്യണർ ആവാനുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അതോടെ തീരും. സുധിയുടെ സ്വാർത്ഥത നിറഞ്ഞ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് സങ്കടവും അതുപോലെ തന്നെ ദേഷ്യവും വന്നു. നീ ഇപ്പോഴെങ്കിലും നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ സുധി. ഈ വയസ്സുകാലത്ത് എൻ്റെ വായെങ്ങാനും കൂടിപ്പോയുള്ള അവസ്ഥയെ പറ്റിയിട്ട് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്തായാലും ഇങ്ങനെ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ആ നാരങ്ങ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെന്നും അവർക്ക് ബോധ്യപ്പെട്ടു. സച്ചി വെച്ച നാരങ്ങ എടുത്ത് മാറ്റുക എന്ന് മാത്രമാണ് ഏക പോംവഴിയെന്ന് അവർ തീരുമാനിച്ചു. വീട്ടിലുള്ള എല്ലാവരും ഇതേ സമയത്തന്നെ നല്ല ഉറക്കത്തിലാണ്. ഇതാണ് പറ്റിയ സമയം. നേരം വെളുക്കുന്നതിന് മുൻപേ തന്നെ സച്ചി എടുത്തു വെച്ച ആ നാരങ്ങ അവിടെ നിന്നും എടുത്തു മാറ്റണം. അങ്ങനെ തീരുമാനം എടുത്തുവെങ്കിലും അത് നടപ്പിലാക്കാൻ വേണ്ടി രണ്ടുപേർക്കും നല്ല ഭയമായിരുന്നു. ചന്ദ്രമതിയും സുധിയും പൂജാമുറിയുടെ വാതിൽക്കലെത്തി. അമ്മേ, പോയി അത് എടുത്തോണ്ടിങ്ങ് കൊണ്ടുവാ, സുധി അമ്മയെ നിർബന്ധിച്ചു. നീ പോയി എടുക്കടാ, ചന്ദ്രമതി തിരിച്ചും പറഞ്ഞു. ഒടുവിൽ സുധി അമ്മയെ നിർബന്ധിച്ചു കൊണ്ട് തന്നെ പൂജാമുറിയിലേക്ക് തള്ളിവിട്ടു. എടാ, നീ എല്ലാ ആപത്തിലും എന്നെ കൊണ്ടുപോയിട്ട് അങ്ങ് ചാടിക്കുമല്ലേ എന്നും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് തന്നെ ചന്ദ്രമതി ഭയത്തോടെ അകത്തേക്ക് കയറി. സച്ചി വെച്ച നാരങ്ങയുടെ അടുത്തെത്തിയ ചന്ദ്രമതി വിറക്കുന്ന കൈകളോടെ അതെടുത്തു. അപ്പോഴാണ് സുധിയുടെ അടുത്ത നിർദ്ദേശം വന്നത്. അമ്മേ, ആ നാരങ്ങ മാത്രമല്ല, നമ്മൾ പരിഹാരത്തിന് വെച്ച നമ്മുടെ ചെറുനാരങ്ങയും കൂടി എടുത്തേക്ക്. അല്ലെങ്കിൽ അതവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും സംശയം തോന്നും. സുധിയുടെ ബുദ്ധി ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സച്ചി വെച്ച നാരങ്ങയും ഇവർ വെച്ച നാരങ്ങയും എടുത്ത് ചന്ദ്രമതി പുറത്തേക്കിറങ്ങി. വാടാ, നമുക്ക് വേഗം പോയിട്ട് ഇത് ദൂരെ എവിടെയെങ്കിലും കളയാം, ചന്ദ്രമതി ധൃതി കൂട്ടി പറഞ്ഞു. ഇരുവരും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ഹാളിലെ ലൈറ്റുകൾ ഒന്നൊന്നായി തെളിഞ്ഞു വന്നു. എന്തിനാടാ നീ ലൈറ്റിട്ടത്? ചന്ദ്രമതി അമ്പരപ്പോടെ സുധിയോട് ചോദിച്ചു. ഞാനല്ലമ്മേ, സുധിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരുടെ രക്തം മരവിപ്പിക്കുന്നൊരു കാഴ്ച തന്നെയായിരുന്നു. വീടിൻ്റെ ഹാളിൽ സച്ചി, രേവതി, വർഷ, ശ്രീകാന്ത്, പിന്നെ സാക്ഷാൽ രവീന്ദ്രൻ എല്ലാവരും അണിനിരന്ന് നിൽക്കുന്നു. ഉറക്കമില്ലാത്ത ഇവരുടെ നീക്കങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു അവരെല്ലാം എന്ന് വ്യക്തം. രവീന്ദ്രൻ്റെ മുഖത്ത് കടുത്ത കോപവും നിരാശയും നിഴലിച്ചിരുന്നു. ബഹളം കേട്ട് സുധിയുടെ ഭാര്യ ശ്രുതിയും മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ട് ശ്രുതി അന്തം വിട്ടു. നിങ്ങളെന്താ എല്ലാവരും കൂടി ഈ പാതിരാത്രി ഇവിടെ ചെയ്യുന്നത്? ശ്രുതി ചോദിച്ചു. പക്ഷേ ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. എല്ലാവരുടെയും കണ്ണുകൾ ചന്ദ്രമതിയുടെ കയ്യിലെ 2 നാരങ്ങയിലേക്കായിരുന്നു. സച്ചി മുന്നോട്ട് വന്നു. പരിഹാസം കലർന്ന ചിരിയോടെ പറഞ്ഞു. അച്ഛാ, ഇന്ന് രാത്രി ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? ദേ കണ്ടോളൂ, ഇതാണാ കാഴ്ച. വർഷയും വിട്ടുകൊടുത്തില്ല. അമ്മേ, ഈ നാരങ്ങയുമായിട്ട് എങ്ങോട്ടേക്കാ ഈ പാതിരാത്രി? വല്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പോയതാണോ? വർഷയുടെ ചോദ്യം ചന്ദ്രമതിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ചന്ദ്രമതിയും സുധിയും എന്തു പറയണമെന്നറിയാതെ ആകെ വിയർത്ത് നിൽക്കുകയായിരുന്നു. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അമ്മേ, അപ്പോൾ സുധിയേട്ടൻ തന്നെയാണോ രേവതി ചേച്ചിയുടെ സ്വർണം മോഷ്ടിച്ചത്? ചന്ദ്രമതി പെട്ടെന്നങ്ങ് പ്രതികരിച്ചു. ശ്രീകാന്തേ, നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. രേവതിയും ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നു. പിന്നെ എന്തിനാ അമ്മേ സച്ചീട്ടൻ വെച്ച നാരങ്ങ അമ്മ അവിടെ നിന്നും എടുത്തു മാറ്റുന്നത്? അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് പോവാനിരിക്കുമായിരുന്നു?
ചന്ദ്രമതി അന്നേരവും കള്ളം പറയാൻ ശ്രമിച്ചു. അത് അത് പിന്നെ രാവിലെ ഞാൻ ബാമയുടെ കൂടെ അമ്പലത്തിൽ പോയപ്പോൾ പൂജാരി പറഞ്ഞിരുന്നു, ഇങ്ങനെ കണ്ടതൊക്കെ വീട്ടിൽ വെക്കരുന്നത് ദോഷമാണെന്ന്. അത് കേട്ടപ്പോൾ എടുത്തു മാറ്റാൻ തോന്നിയതാ. അന്നേരവും രേവതി വിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടൻ വെച്ച നാരങ്ങയുടെ കൂടെ അമ്മ വെച്ച നാരങ്ങയും കൂടി എന്തിനാ എടുത്തത്? ആ ചോദ്യത്തിനു മുന്നിൽ ചന്ദ്രമതിക്ക് ഉത്തരമൊന്നുമില്ലായിരുന്നു. അവരുടെ കള്ളങ്ങളെല്ലാം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. സച്ചി അപ്പോൾ തന്നെ ആ ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. അച്ഛാ, ആ നാരങ്ങയിൽ ഒരു മന്ത്രവാദവുമില്ല, ഒന്നുമില്ല. സുധിയുടെ പേടി അത് മുതലെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ നാരങ്ങ വെച്ചത്. ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിയ വെറും സാധാരണ നാരങ്ങയാണത്. കുങ്കുമം തേച്ച് വെച്ചു എന്ന് മാത്രം. പക്ഷേ അത് കണ്ട് പേടിച്ചിട്ട് ഇവർ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതൊരു കെണിയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ചന്ദ്രമതിയും സുധിയും ആകെ തകർന്നുപോയി. രവീന്ദ്രൻ്റെ ക്ഷമ നശിച്ചിരുന്നു. അദ്ദേഹം ചന്ദ്രമതിയുടെ നേരെ തിരിഞ്ഞു. ചന്ദ്രേ, നീ എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട്, സത്യം പറ. ചന്ദ്രമതി അപ്പോഴേക്കും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാൻ എന്തു മറക്കാനാ രവിയേട്ടാ? ഇവൻ ഓരോന്ന് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുമല്ലേ. പക്ഷേ സച്ചി വിട്ടില്ല. അവൻ സുധിയെ നിർത്തിപ്പൊരിച്ചു. പറയടാ, സ്വർണം നീ എന്ത് ചെയ്തു? നിനക്ക് എവിടെ നിന്ന് കിട്ടി ആ 5 ലക്ഷം രൂപ? സുധി വീണ്ടും പഴയ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞില്ലേ? സച്ചി അതും അങ്ങ് പൊളിച്ചടക്കി. നിന്റെ ആ ഫ്രണ്ടിനെ ഞാൻ ഇന്ന് രാവിലെ കണ്ടിരുന്നു. അവൻ പറഞ്ഞത് നിനക്കവൻ 1 രൂപ പോലും തന്നിട്ടില്ലെന്നാണ്. ഇനിയെങ്കിലും സത്യം പറയടാ. ഗത്യന്തരമില്ലാതെ സുധി ആകെ പരിങ്ങി. അച്ഛൻ്റെ രൂക്ഷമായ നോട്ടം കൂടിയായപ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സച്ചി അലറി. പറയടാ. ഒടുവിൽ സുധി സത്യം വിളിച്ചു പറഞ്ഞു. അതെ, ഇനി എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ തന്നെയാണ് രേവതിയുടെ സ്വർണം വിറ്റ് കൊണ്ടുപോയി വിറ്റത്. സുധിയുടെ സംസാരം കേട്ടിട്ട് ആ ഹോൾ മുഴുവൻ അങ്ങ് നിശബ്ദനായി. രവീന്ദ്രൻ കേട്ടത് വിശ്വസിക്കാൻ പോലും ആവാതെ തരിച്ചു നിന്നു. സ്വന്തം മകൻ ഒരു മോഷ്ടാവാണെന്ന സത്യം ആ പിതാവിനെ നന്നേയധികം തളർത്തി കളഞ്ഞിരുന്നു. സുധി തുടർന്നു. എനിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു അച്ഛാ. ഡീലർമാർക്ക് 4 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് രേവതിയുടെ സ്വർണം ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. പണയം വെക്കാനാണ് കൊണ്ടുപോയത്. പക്ഷേ പണയം വെച്ചാൽ മുഴുവൻ കാശും കിട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതങ്ങ് വിറ്റു. അന്നേരം വർഷ പരിഹാസത്തോടെ പറഞ്ഞു. കണ്ടില്ലേ സുധിച്ചേട്ടൻ്റെ തനി നിറം. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഈ കാര്യമെല്ലാം തന്നെ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജ്വല്ലറിയിൽ നിന്നാണെന്നൊക്കെ വിളിച്ച് ഞങ്ങൾ അന്വേഷിച്ചത്. നാണമില്ലല്ലോ ചേട്ടാ സ്വന്തം അനിയത്തിയുടെ സ്വർണം മോഷ്ടിക്കാൻ. അങ്ങനെ വർഷ കളിയാക്കി സംസാരിക്കുന്ന സമയത്തിന് സുധി ആകെ നാണം കെട്ട് നാറി തല കുനിച്ച് നിൽക്കുമായിരിക്കും. കുറ്റം തെളിഞ്ഞിട്ടും ചന്ദ്രമതിക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ രേവതിയെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അല്ലെങ്കിലും നിന്റെ സ്വർണം വെറും കവറിങ് സ്വർണ്ണമാണെന്നും റോഡ് ഗോൾഡാണെന്നും ഒക്കെ പറഞ്ഞ് നീ ഞങ്ങളെ നാണം കെടുത്തിയല്ലേടി. എന്നിട്ടിപ്പോൾ എല്ലാം എൻ്റെ മോൻ്റെ തലയിലങ്ങ് വെച്ച് കെട്ടാൻ നോക്കുന്നു. രേവതി പൊട്ടിത്തെറിച്ചു. അമ്മേ, ഇനിയും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അമ്മയുടെ മകൻ ചെയ്ത തെറ്റിന് അമ്മ എന്നെയാണോ പഴിക്കുന്നത്? എൻ്റെ സ്വർണം പോയതിലല്ല എനിക്ക് വിഷമം. എന്നെയും എൻ്റെ വീട്ടുകാരെയും അമ്മ കള്ളന്മാരെന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിൽ കൂട്ടുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയും. ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രൻ്റെ നിയന്ത്രണം വിട്ടു. അദ്ദേഹം സുധീരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ദേഷ്യം കൊണ്ട് തന്നെ രവീന്ദ്രൻ സുധിയെ നിർത്താതെ ഇട്ടിങ്ങനെ അടിക്കാൻ തുടങ്ങി. എടാ, നിനക്കിപ്പോഴും ഈ മോഷ്ട ബുദ്ധി മാറിയില്ലേ? നിന്നെ ഞാൻ ഇന്ന് നിന്നൊക്കെ പറഞ്ഞ് അടിയുടെ ആഘാതത്തിൽ സുധി നിലവിളിച്ചു. ചന്ദ്രമതി ഓടി വന്നിങ്ങനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അയ്യോ രവിയേട്ടാ, അവനെ വിട്ടേക്ക്, അവനെ തല്ലല്ലേ, അവൻ പാവമല്ലേ. രവീന്ദ്രൻ ചന്ദ്രമതിയെയും തള്ളി മാറ്റി. മാറി നിൽക്കടി അവിടുന്നത്. ആദ്യം തല്ലേണ്ടത് നിന്നെയാണ്. ഇവനെ ഇങ്ങനെ വഷളാക്കിയത് നീയാണ്. സച്ചി വന്ന് അവനെ പിടിച്ചു മാറ്റി ശാന്തനാകാൻ ശ്രമിച്ചു. അപ്പോഴേക്കും സച്ചി സുധിയോട് ചോദിച്ചു. നീ അന്ന് ടെറസിൽ വെച്ച് പറഞ്ഞതല്ലേ കോടീശ്വരൻ്റെ മകളെയാണ് നീ കെട്ടിയതെന്ന്? എന്നിട്ടും നിനക്കൊരു ആവശ്യം വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ സ്വർണം തന്നെ വേണ്ടി വന്നുവല്ലേടാ? സച്ചിയുടെ ആ ഒരു ചോദ്യം ശ്രുതിനെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. ഈ ബഹളത്തിനിടയിൽ വർഷ ശ്രുതിയോട് ചോദിച്ചു. ശ്രുതി ചേച്ചിക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ? ഗത്യന്തരമില്ലാതെ ശ്രുതി സത്യം പറഞ്ഞു. എനിക്കറിയാമായിരുന്നു. ഇന്നലെയാണ് ശ്രുതി ഇതെല്ലാം തന്നെ എന്നോട് പറഞ്ഞത്. പേടിയായിട്ടാണ് ഞാൻ ഇതാരോടും പറയാതിരുന്നത്. ഇത് കേട്ട രവീന്ദ്രൻ കൂടുതൽ തകർന്നുപോയി. മോളെ, അപ്പോൾ നീയും ഇതിന് കൂട്ടുനിൽക്കുമായിരുന്നോ? നിനക്കെങ്കിലും ഇവനെയൊന്ന് തിരുത്തിക്കൂടായിരുന്നോ? ശ്രുതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്കിൾ, എനിക്ക് മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. രേവതിയുടെ സ്വർണമെല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയും. അന്നേരം രേവതി ചോദിച്ചു. സ്വർണം വാങ്ങിത്തന്നാൽ തീരുന്ന പ്രശ്നമാണോ ശ്രുതി ഇത്? വിശ്വാസമാണ് വലുത്. ഒടുവിൽ രവീന്ദ്രൻ ഗത്യന്തരമില്ലാതെ തൻ്റെ അന്തിമ വിധി പ്രഖ്യാപിച്ചു. അദ്ദേഹം ചന്ദ്രമതിയുടെ നേർക്ക് തിരിഞ്ഞു. കണ്ണുകളിൽ വെറുപ്പ് നിറഞ്ഞു നിന്നിരുന്നു. ചന്ദ്രേ, ഇനി നീ മിണ്ടരുത്. നീയൊക്കെ ഒരു അമ്മയാണോ? മകനെ മോഷണം പഠിപ്പിച്ച് വളർത്തിയ അമ്മ. അവൻ ചെയ്ത തെറ്റ് തിരുത്തുന്നതിന് പകരം നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ മേലിൽ പഴി ചാരാൻ നിനക്ക് നാണമില്ലേ? നിനക്കതിനൊക്കെ എങ്ങനെ മനസ്സ് വന്നു? ചന്ദ്രമതി വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചു. അല്ല രവിയേട്ടാ, ആ സ്വർണം അവിടെ വെറുതെ ഇരിക്കുവാണല്ലോ. രവീന്ദ്രൻ അന്നേരം ആക്രോശിച്ചു. വെറുതെ ഇരുന്നാൽ നിനക്കെന്താ അത് മോഷ്ടിക്കാമോ?
നിന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു ചന്ദ്രേ. നീ എന്തൊരു ജന്മാണ്. നാളെ നിന്റെ മോന് വേണ്ടിയിട്ട് നീ എന്നെയും കൊന്നേക്കും. എനിക്ക് നിന്നെ ഭയമാണ്. നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പേടിയാവുന്നു. രവീന്ദ്രന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, രവിയേട്ട എന്താ ഈ പറയുന്നത്? അതെ, ഞാൻ പറയുന്നത് തന്നെയാടി സത്യം. ഇനി നീ എൻ്റെ മുന്നിൽ വന്നു പോവരുത്. നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലുമേ ഞാൻ ഇനി കുടിക്കില്ല. നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. എൻ്റെ മുന്നിൽ നീയൊന്ന് പോവോ? പോയി പോയി തൊലയടി. ഭർത്താവിന്റെ വായിൽ നിന്നു വീണ ആ വാക്കുകൾ കേട്ട് ചന്ദ്രമതി ആകെ തകർന്നുപോയി. രവിയേട്ടാ എന്നൊക്കെ വിളിച്ച് അവർ പൊട്ടിക്കരഞ്ഞു. എന്നാൽ രവീന്ദ്രൻ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ തിരിഞ്ഞു നടന്നു. ചെയ്ത തെറ്റിന്റെ ഫലം ചന്ദ്രമതിയും മകൻ സുധിയും അനുഭവിക്കുകയായിരുന്നു. കുടുംബത്തിനു മുന്നിൽ തല കുനിച്ച് അപമാനിതരായി അവർ നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നീലിമ വരുന്ന എപ്പിസോഡൊക്കെ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ.